ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ്. ദാറ്റ് ഈസ് ഇസ്കോൺ ടെമ്പിൾ. ബാംഗ്ലൂർ വളരെ ഫേമസ് ആയിട്ടുള്ള, നമ്മുടെ വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ശ്രീ രാധാകൃഷ്ണ ടെമ്പിളാണ് ഈ ഇസ്കോൺ ടെമ്പിൾ. സോ നമ്മൾ ഇസ്കോൺ ടെമ്പിളിലേക്ക് പോകുന്നത് മെട്രോയിലാണ്. നമ്മൾ മഹാലക്ഷ്മി മെട്രോ സ്റ്റേഷനിലേക്കാണ് മെട്രോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. സീതാറാം പാളയ ടു മഹാലക്ഷ്മി മെട്രോ സ്റ്റേഷൻ. സോ നമ്മൾ പോകുന്നത് രാജാജി നഗറിലുള്ള ഇസ്കോണിലേക്കാണ്. ബസ് അല്ലെങ്കിൽ മെട്രോയിൽ നമുക്ക് പോകാം. മെട്രോയിൽ പോകുന്നത് കുറച്ചും കൂടി നമുക്ക് സുഖമായിരിക്കും പോകാനായിട്ട് യാത്ര. ഇനി മഹാലക്ഷ്മി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 200 മീറ്റേഴ്സ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉണ്ടായിരിക്കൂ. ഇന്ന് സംക്രാന്തിയും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം മെട്രോയിലൊക്കെ നല്ല ക്രൗഡഡ് ആയിരുന്നു. അമ്പലത്തിലും എന്തായാലും നല്ല തിരക്കുണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും നമുക്ക് ഇന്ന് തന്നെ പോകണമെന്ന് നമ്മൾ തീരുമാനിച്ചിരുന്നതാണ്. സോ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ എത്തിയിട്ട് നടക്കാൻ തുടങ്ങി. സോ ഈ നടന്നു പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളൊക്കെ നല്ല രസമാണ്. ചെറിയ ചെറിയ കടക്കാരൊക്കെ അവിടെ ഉണ്ട്. ആൻഡ് നമ്മൾ രാവിലെ ഒന്നും കഴിക്കാണ്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കൂടി അകത്തേക്ക് കയറാമെന്ന് ഓർത്തു. കാരണം നല്ല ക്രൗഡഡ് ആയിട്ടുള്ള ടൈമാണ്, വീക്കെൻഡാണ്. എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് നേരം ക്യൂ നിന്നെങ്കിൽ മാത്രമേ ഉള്ളിൽ ദർശനത്തിന് വേണ്ടിയിട്ട് കയറാനായിട്ട് പറ്റത്തുള്ളൂ. ഞങ്ങൾ ലൈറ്റായിട്ട് ഒരു സാമ്പാർ ഇഡ്ഡലിയൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് നടന്നു. അങ്ങനെ നമ്മൾ ഓൾറെഡി വിചാരിച്ച പോലെ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ്. ഇന്ന് സംക്രാന്തിയും കൂടി ആയതുകൊണ്ട് നല്ലപോലെ ആൾക്കാർ ഇസ്കോണിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല സെക്യൂരിറ്റിയും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. സോ നമ്മുടെ ചപ്പലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പേ ചെയ്തിട്ട് അവിടെ കൊടുക്കാം, ഇല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇത് സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലമുണ്ട്. പക്ഷേ അതത്ര സേഫ് ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ടാവില്ല. സോ നമ്മൾ ചെറിയൊരു ചാർജ് വരത്തുള്ളൂ. 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പെയർ ചപ്പൽ അവരവിടെ സൂക്ഷിച്ച് വയ്ക്കും. അങ്ങനെ അതൊക്കെ ഞങ്ങൾ കൊടുത്തു. ആൻഡ് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഈ ഒരു റാമ്പിൽ കൂടിയാണ് നടന്നു പോകുന്നത്. ഇതിൻ്റെ വേറൊരു ഭാഗത്തായിട്ട് അവർ സ്റ്റെപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ നടക്കാം. നമ്മൾ ഈ ഒരു ഏരിയയിൽ കൂടിയാണ് നടന്നു വരുന്നത്. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ ഭംഗിയും എല്ലാം കാണാൻ തന്നെ നല്ലൊരു രസമാണ്. സോ ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരു വൈബും ആംബിയൻസും ഒക്കെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയും എനർജിയും ഒക്കെ തരും. അങ്ങനെ ഫൈനലി നമ്മൾ ടെമ്പിളിൻ്റെ ഫ്രണ്ട് എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം കൂടി നമ്മൾ ക്യൂ നിൽക്കണം, കാരണം നല്ല ക്രൗഡഡ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. സോ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ നിങ്ങൾക്ക് ഇസ്കോണിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി പറഞ്ഞുതരാം. ഇത് ആക്ച്വലി ഇൻ്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ കോൺഷ്യസ്നെസ് എന്നാണ് ഇസ്കോണിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇത് നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവബോധം, ശ്രീകൃഷ്ണനെ കുറിച്ചിട്ടുള്ള അറിവും ജ്ഞാനവും ഒക്കെ എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ് ഇസ്കോൺ. സോ ആദ്യമായിട്ട് ഇസ്കോണിൻ്റെ കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ് 1966 ബൈ AC ഭക്തിവേദാനന്ദ സ്വാമി പ്രഭുപദ. ഈ മഹത് വ്യക്തിയാണ് ഇങ്ങനെ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവന്നത്. അതിനുശേഷം ഇവർ ആദ്യമായിട്ടുള്ള ഇസ്കോൺ ടെമ്പിൾ സ്ഥാപിക്കുന്നത് 1975 ഇൻ വൃന്ദാവൻ, ഇന്ത്യ. സോ വൃന്ദാവൻ വരുന്നത് UP ഉത്തർപ്രദേശിലാണ്. നമ്മൾ കുട്ടിക്കാലം തൊട്ടേ കാർട്ടൂണിലും സീരിയലിലും ഒക്കെ കണ്ടിട്ടുള്ളൊരു പ്ലേസാണ് ഈ വൃന്ദാവൻ. നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മസ്ഥലമാണ് വൃന്ദാവൻ. സോ അവിടെ യമുന നദിയുടെ തീരത്തായിട്ടാണ് ആദ്യത്തെ ഇസ്കോൺ ടെമ്പിൾ സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷം 1990 ബാംഗ്ലൂർ ഇത് പണിയാനായിട്ട് തുടങ്ങുന്നത്. ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1997 ബാംഗ്ലൂർ ആദ്യത്തെ ഇസ്കോൺ ടെമ്പിൾ സ്ഥാപിക്കുന്നത്. സോ അന്നത്തെ
ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു 1997 ഇസ്കോൺ ടെമ്പിൾ ബാംഗ്ലൂർ ഇനോഗ്രേറ്റ് ചെയ്തത്. ഏകദേശം 600ഓളം ആൾക്കാരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ടെമ്പിൾ പണി കഴിക്കുന്നത്. സോ ഈ വലിയൊരു ടെമ്പിളിൻ്റെ പിന്നിലുള്ള ഹിസ്റ്ററി, വളരെ ഫേമസ് ആയിട്ടുള്ള ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാധാകൃഷ്ണ ടെമ്പിൾ എന്നറിയപ്പെടുന്ന ഇസ്കോണിൻ്റെ ഹിസ്റ്ററി വരുന്നത് ഇങ്ങനെയാണ്. സോ 7 ഏക്കർ സ്ഥലത്തിലാണ് ഈ ഒരു വലിയൊരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ പ്രതിഷ്ഠകൾ, ഏകദേശം 6ഓളം പ്രതിഷ്ഠകൾ അവർ വെച്ചിട്ടുണ്ട്. മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് സങ്കല്പിക്കപ്പെടുന്ന ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ ബലരാമസ്വാമിയും ഒക്കെയാണ് മുഖ്യ പ്രതിഷ്ഠകളായിട്ട് ഇവരിവിടെ വെച്ചിരിക്കുന്നത്. സോ മഹാവിഷ്ണുവിനെ കുറിച്ചും ശ്രീകൃഷ്ണനെ കുറിച്ചുമൊക്കെയുള്ള ചരിത്രങ്ങൾ എഴുതിയ ഒരുപാട് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ ഇവർ ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ തന്നെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് മേടിക്കാം. എല്ലാ ലാംഗ്വേജസിലും ഒരുപാട് പല പല സ്ഥലത്തു നിന്നുള്ള ആളുകൾ വരുന്നത് കൊണ്ട് അവർ പല പല ലാംഗ്വേജിൽ ഇതിവിടെ അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് അതൊക്കെ മേടിച്ചിട്ട് വായിക്കാം, കൂടുതൽ അറിയാം. ആൻഡ് ഓൾസോ ഈ ഇസ്കോണിൻ്റെ ഉള്ളിലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുളമുണ്ട്. എല്ലാ അമ്പലത്തിലും കാണുമല്ലോ ഒരു അമ്പലക്കുളം, പക്ഷേ ഇതിന് ആക്ച്വലി ഒരു പൂളിൻ്റെ വൈബാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ആക്ച്വലി ആരും ആ കുളത്തിലോട്ട് ഇറങ്ങിയോ കാല് നനയ്ക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള അമ്പലക്കുളത്തിൽ കുറേ നേരം നമുക്ക് പോയിരിക്കാം. ആ വെള്ളത്തിലൊക്കെ ഇങ്ങനെ കാലിട്ടിരിക്കുന്നതൊക്കെ ഒരു പ്രത്യേക വൈബാണ്. ഞാൻ ഇങ്ങനെ ഈ കാഴ്ചകൾ കണ്ടിരുന്നപ്പോൾ കുറേ ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നത് കണ്ടു. ഇത് ആക്ച്വലി അന്നദാനത്തിനുള്ള ക്യൂ ആണ്. ഏകദേശം 100ഓളം ഭക്തജനങ്ങൾക്ക് അവർ ഡെയിലി ഇസ്കോണിൽ അന്നദാനം കൊടുക്കും. പക്ഷേ ഇന്ന് എന്തായാലും ആ ഭാഗത്തോട്ട് നമുക്ക് അടുക്കാനേ പറ്റില്ല. പക്ഷെ ഞങ്ങൾക്ക് തൊട്ടിപ്പുറ തന്നെ അവർ അമ്പലത്തിലെ പ്രസാദം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പ്രസാദം കിട്ടി. ഞാനും നിക്കും പ്രസാദമൊക്കെ കഴിച്ചു. സോ അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ കഴിച്ചു, ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുവാണ്. ഇതാണ് ഇസ്കോണിൻ്റെ എക്സിറ്റ് ഭാഗം. ആൻഡ് ഇതിലെ പോകുമ്പോൾ നമ്മൾ എത്തുന്നത് നമ്മുടെ ചപ്പലൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ ഏരിയയിലേക്കാണ്. അവിടെ ചെന്ന് നമ്മളത് മേടിച്ചിട്ട് തിരിച്ച് മെട്രോയിലേക്ക് പോകും. സോ നിങ്ങൾ ബാംഗ്ലൂരുള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇസ്കോണിൽ വന്ന് ഇസ്കോൺ വിസിറ്റ് ചെയ്യണം. ഇവിടെ നല്ലൊരു ഫീലാണ്, നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റിയും എനർജിയും വൈബും ഒക്കെ കിട്ടുന്ന ഒരു പ്ലേസാണിത്. കുറേ നേരം നമ്മുടെ ആ ഒരു പീസ്ഫുള്ളായിട്ടുള്ള മൊമെൻറ്റ് നമുക്ക് കിട്ടും. പിന്നെ വീക്കെൻഡ് ചൂസ് ചെയ്യാതെ അല്ലാത്ത ഡേയ്സിൽ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈവനിങ് ഒക്കെ നിങ്ങൾക്ക് വരാം. അപ്പോൾ കുറച്ചും കൂടെ ക്രൗഡ് കുറവായിരിക്കും, അപ്പോൾ കുറച്ചും കൂടെ പീസ്ഫുള്ളായിരിക്കും. സോ എന്തായാലും നിങ്ങൾ ഡെഫിനറ്റ്ലി വന്ന് വിസിറ്റ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡേ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ എൻഡ് ചെയ്തിരിക്കുകയാണ്.
പറയുന്ന പോലെ തന്നെ ഇഫ് യു ഗൈസ് ലൈക്ക് മൈ വീഡിയോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. ഇനിയും മനോഹരമായിട്ടുള്ള ഒരുപാട് വീഡിയോസും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സ്റ്റിൽ ദെൻ ബൈ, സീ യു.